നമസ്കാരം. ഇന്ന് നമ്മളെല്ലാവരും ഉറക്കമുണർന്നത് തന്നെ കേരളത്തെ ഞടുക്കുന്ന ആ വാർത്ത കേട്ടുകൊണ്ടാണ്. വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ ഉരുൾപൊട്ടലിൽ ഉള്ളുലയ്ക്കുന്ന നിലവിളികളോടെ ഇല്ലാതായിരിക്കുന്നു. ഇപ്പോഴും അത് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അർദ്ധരാത്രിയിൽ കുതിച്ചെത്തിയ ചെളിയിലും വെള്ളത്തിലും ഒലിച്ചുപോയത് ചൂരൽമല എന്ന ഗ്രാമവും മുണ്ടക്കൈ എന്ന ഗ്രാമവുമാണ്. വയനാടിനെ ഞെട്ടിച്ചുകൊണ്ട് ഉരുൾപൊട്ടലിൽ ദുരന്തമുഖത്ത് നിന്ന് ഉയർന്നു കേട്ടത് നെഞ്ചുലയ്ക്കുന്ന നിലവിളികൾ തന്നെയാണ്. ആരെങ്കിലും ഒന്ന് ഓടി വരണേ എന്നും ഞങ്ങളെ രക്ഷിക്കണേ എന്നും ശ്വാസം കിട്ടുന്നില്ല എന്നും മണ്ണിനടിയിലാണ് എന്ന വീട്ടമ്മയുടെ കരച്ചിലും അടക്കം നമ്മളെ ഉള്ളുലയ്ക്കും. മേപ്പാടി ചൂരൽമലയിലും മുണ്ടക്കൈ ടൗണിലും ഇന്ന് പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ ഇതുവരെ 43 പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ചാലിയാർ പുഴയിലൂടെ ഒഴുകി വന്ന മൃതദേഹങ്ങൾ ഉൾപ്പെടെയാണ് ഈ കണക്കുകൾ. ഏതായാലും മരണനിരക്ക് ഇനിയും കൂടുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ അപേക്ഷിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. 70ഓളം പേർ 2 ആശുപത്രികളിലുമായി ചികിത്സയിലാണിപ്പോൾ. വൻ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിൽ ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് പോലും കടന്നു ചെല്ലാനാകാത്ത വിധമാണ് സ്ഥിതിഗതികൾ. മുണ്ടക്കൈയിൽ വൻ നാശനഷ്ടമുണ്ടായെന്നാണ് വിവരം. അവിടുത്തെ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ മരണസംഖ്യ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത. അതിനിടെ രക്ഷാപ്രവർത്തനത്തിന് എയർലിഫ്റ്റിംഗ് സാധ്യത പരിശോധിക്കാനെത്തിയ 2 ഹെലികോപ്റ്ററുകൾ കാലാവസ്ഥ പ്രതികൂലമായതോടെ വയനാട്ടിൽ ഇറങ്ങാനാകാതെ തിരിച്ചു പോയിരിക്കുകയാണ്. കോഴിക്കോട്ടേക്ക് ഹെലികോപ്റ്ററുകൾ തിരികെ പോയതോടെ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലായ ഘട്ടമാണ് ഇവിടെയൊക്കെ ഉള്ളത്. നിലവിൽ പുഴയ്ക്ക് കുറുകെ വടം കെട്ടി NDRF സംഘങ്ങൾ അക്കരെ മുണ്ടക്കൈ ഭാഗത്തേക്ക് കടക്കാനുള്ള സാഹസിക ശ്രമങ്ങളാണ് നടത്തുന്നത്. സൈന്യത്തെ അലേർട്ട് ചെയ്തതായും ഉടൻ തന്നെ സൈന്യം ഇവിടെ എത്തുമെന്ന അറിയിപ്പും ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കേന്ദ്രവും ഇപ്പോൾ ഇടപെടുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ നേരിട്ട് സംസാരിച്ചിരിക്കുന്നു. എല്ലാ സഹായങ്ങളും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല, വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രിയുമായും വയനാട് ജില്ലാ കളക്ടറുമായും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. വയനാട്ടിൽ അടിയന്തര ഇടപെടലിന് കേന്ദ്രമന്ത്രിമാരോട് സംസാരിക്കുമെന്നും രക്ഷാപ്രവർത്തനത്തിന് UDF പ്രവർത്തകരടക്കമുള്ളവർ രംഗത്തിറങ്ങണമെന്നും രാഹുൽ ഗാന്ധി തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടുണ്ട്. കേന്ദ്രവും സംസ്ഥാന സർക്കാരും ചേർന്നായിരിക്കും ഇനിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ആ ദൗത്യത്തിലേക്ക് കടക്കുന്നത്. സൈന്യം ഉടൻ തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിപ്പ്. അതേസമയം ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരെ രക്ഷിക്കുന്നതിനായി കാലാവസ്ഥ വളരെയധികം വെല്ലുവിളി സൃഷ്ടിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. 24 മണിക്കൂർ കൂടി മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ദുരന്തമുഖത്ത് എത്തിപ്പെടാൻ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഏക പാലം അതും ഒലിച്ചു പോയിരിക്കുന്നു. രക്ഷാപ്രവർത്തകർക്ക് പോലും ഇത് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ്. സംസ്ഥാന സർക്കാരുമായി ചേർന്ന് കേന്ദ്ര സംഘം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. പ്രദേശവാസികളുടെ ഇടപെടലും നാട്ടുകാരുടെയൊക്കെ രക്ഷാപ്രവർത്തനത്തിലുള്ള ഇടപെടൽ നിർണായകമാണെന്നും അവരുടെ ഏകോപനവും രക്ഷാപ്രവർത്തകർക്ക് സഹായകമേകുന്നുവെന്നും സുരേഷ് ഗോപി പറയുന്നു. 2 ഹെലികോപ്റ്ററുകൾ പുറപ്പെടാനോട് ഒരുങ്ങുകയാണ് ഇപ്പോൾ. എന്നാൽ ലാൻഡ് ചെയ്യാൻ ഈ കാലാവസ്ഥ പ്രതികൂലമാണെന്നും ഇപ്പോൾ സുരേഷ് ഗോപി അറിയിച്ചിരിക്കുകയാണ്. ഇതുവരെ 42 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ചാലിയാർ പുഴയിലൂടെ ഒഴുകി വന്ന മൃതദേഹങ്ങൾ ഉൾപ്പെടെയാണിത്. 70ഓളം പേർ 2 ആശുപത്രികളിലുമായി ചികിത്സയിലാണ്. വൻ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിൽ ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് കടക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം. മുണ്ടക്കൈയിൽ വൻ നാശനഷ്ടം ഉണ്ടായെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ തന്നെ. അതിനിടെ രക്ഷാപ്രവർത്തനത്തിന് എയർലിഫ്റ്റിംഗ് സാധ്യത പരിശോധിക്കാനെത്തിയ 2 ഹെലികോപ്റ്ററുകൾ കാലാവസ്ഥ പ്രതികൂലമായതോടെ വയനാട്ടിൽ ഇറങ്ങാനാകാതെ തിരിച്ചു പോയിരിക്കുന്നു. അങ്ങനെ വലിയൊരു ഞെട്ടലിൽ തന്നെയാണ് കേരളം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും സൈന്യം ഇവിടെ എത്തും. സൈന്യത്തിന്റെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഇവിടെ ഉണ്ടാകും. നമ്മുടെ സഹോദരങ്ങളെ ജീവനോടെ തന്നെ പലരെയും തിരിച്ചു എത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ആ ദൗത്യം തന്നെയാണ് ഇപ്പോൾ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരുപാട് പേർ ജീവനോടെ തന്നെ ജീവിതത്തിലേക്ക് കയറി വരട്ടെ എന്ന് തന്നെയാണ് ഈ സമയത്ത് പ്രത്യാശിക്കേണ്ടിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള കരച്ചിലും നിലവിളികളും തന്നെയാണ് വയനാട്ടിൽ നിന്ന് നമുക്ക് ഏതായാലും ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. വളരെ ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് കേരളത്തിന് ഇന്നുണ്ടായിരിക്കുന്നത്.